കൂലി സിനിമയിലെ ഹിഡൻ ഡീറ്റെയിൽസ് ചെയ്യാമോ എന്നുള്ള കമൻറ്റിന് വലിയ സ്പോയിലേഴ്സ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്യില്ല എന്ന് പലരോടും മറുപടി പറഞ്ഞിരുന്നു. പക്ഷേ ചാനലിൽ ട്രാഫിക് നിലനിർത്താൻ ഞാനിത് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കൂലി യാതൊരു സ്പോയിലറും ഇല്ലാതെ കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തി പോവുക. തുടർന്ന് പറയുന്നത് നിങ്ങളുടെ ആസ്വാദനത്തെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറത്തായി ബാധിക്കും. തൊട്ടടുത്ത 5 സെക്കൻഡിന് ശേഷം നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത ഹെവി സ്പോയിലറിലേക്കാണ് വീഡിയോ പോകുന്നത്. റിസ്ക് എടുക്കുന്നത് നിങ്ങളാണ്. കൂലി സിനിമയിലെ കഥാസന്ദർഭങ്ങൾ മാത്രമല്ല, ഇടയ്ക്ക് ചില ടെക്നിക്കൽ കാര്യങ്ങളും വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വെൽക്കം ടു ദ വേൾഡ് ഓഫ് കൂലി സ്പോയിലേഴ്സ് മേറ്റ്സ്. ദയാലിനെ കൊല്ലുന്നത് സൈമണാണ്, സൈമണെ കൊല്ലുന്നത് ദേവയാണ്. രാജശേഖറിൻ്റെ സയൻസ് എക്സ്പെരിമെൻറ്റ് മരിച്ചുപോയ ആളുകളുടെ ആത്മാവിനെ തിരിച്ചു കൊണ്ടുവരാനുള്ളതാണ്. വാച്ച് ഉപയോഗിച്ച് കള്ളക്കടത്ത് നടത്തുന്നതാണ് സിനിമയിലെ ഒരു പ്രധാന കഥ. രാജശേഖർ, ദേവ, കലീജ, സൈമൺ എന്നിവരുടെ കോമ്പിനേഷൻ സീനുകൾ പഴയ കാലഘട്ടത്തിലെയും പുതിയ കാലഘട്ടത്തിലെയും ഉണ്ടായിരിക്കും. സൈമണിൻ്റെ മരണശേഷമാണ് ദാഹ സിനിമയിലേക്ക് വരുന്നത്. ട്രെയിലറിലും ടീസറിലും ഇതുവരെ അനൗൺസ് ചെയ്യാത്ത പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ സിനിമയിൽ ഉണ്ടായിരിക്കും. പ്രീതിയും ദേവയും രാജശേഖരനെ അന്വേഷിച്ചിറങ്ങുന്നതോടെയാണ് സിനിമയിലേക്ക് ദേവ വരുന്നത്. ലോകേഷിൻ്റെ ആദ്യ സിനിമയായ മാനഗരമായും LCU ആയും കണക്ട് ചെയ്യാവുന്ന രീതിയിലായിരിക്കും കൂലി പ്ലേസ് ചെയ്യുന്നത്. എങ്കിലും എല്ലാവരും LCU കണക്ഷൻ നോക്കിയിരുന്ന് കാർഡ്ബോർഡ് പെട്ടിയിലെ ഇല്ലാത്ത സ്കോർപ്പിയോൺ ഉണ്ടെന്ന് കരുതി കഥകൾ മെനയും. കൂലി പക്ഷേ മാനഗരം യൂണിവേഴ്സാണ്. അതിന് കൃത്യമായ തെളിവുകൾ ട്രെയിലറിലുണ്ട്. ഇത് 2 പാർട്ട് വീഡിയോയിലെ ആദ്യ ഭാഗമാണ്. ഈ മുകളിൽ പറഞ്ഞ സ്പോയിലേഴ്സൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തെളിവ് സഹിതം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ് ഇനിയുള്ള 2 വീഡിയോയിൽ. ട്രെയിലർ തുടക്കത്തിൽ ഒരു മഴയത്ത് സെമിത്തേരിയിൽ കുഴിയെടുക്കുന്ന ഒരാളെയല്ല 2 പേരെ കാണിക്കുന്നുണ്ട്. ഒന്ന് രജനീകാന്തിൻ്റെ ദേവ എന്ന ക്യാരക്ടറാണെന്ന് ട്രെയിലറിലെ മറ്റൊരു വിഷ്വൽ കാണുമ്പോൾ തിരിച്ചറിയാൻ കഴിയും. മറ്റേത് ആരാണെന്ന് അറിയില്ല. അത് ഒരാളെ കുഴിച്ചിടാൻ തുടങ്ങുന്നതാണെന്ന് തോന്നുന്നില്ല. കാരണം ചുറ്റുമുള്ള ശവക്കല്ലറകൾ എല്ലാം ഒരേ നിരയിൽ തന്നെയാണ്. ഇവർ കുഴിക്കുന്ന ഭാഗത്ത് കല്ലറ ഇല്ലാതിരിക്കാനുള്ള സാധ്യതയില്ല. കല്ലറയുണ്ടായിരുന്നു, അവരത് കുഴിക്കുന്നു. പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളുടെ പേര് മാത്രമാണ് ഒരു ക്രിസ്ത്യൻ പേരായി തോന്നുന്നത്, സൈമൺ. മിക്കവാറും ദേവ അന്വേഷിച്ച് പോയതും സൈമണിൻ്റെ കല്ലറ തന്നെയാവും. കുഴി തോണ്ടി നോക്കിയിട്ട് ഒന്നും കാണാനുള്ള സാധ്യതയില്ല. അവിടെ പ്രതീക്ഷിച്ച ഡെഡ് ബോഡി കാണാതെ ഇരിക്കാനുള്ള സാധ്യതയും ഉണ്ട്. മറ്റൊരു സാധ്യത കുഴിയെടുക്കുന്നത് വേറെ ആരോ 2 പേരാണ്. വൈപ്പർ ഇട്ട് വണ്ടിയിലിരിക്കുന്നത് ദേവയാണ്. കുഴിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം ദേവ വന്ന് നോക്കുന്നതും ആവാം. വണ്ടിയുടെ ഹെഡ്ലൈറ്റ് വെളിച്ചവും ഇടിമിന്നലും ട്രെയിലറിൻ്റെ തുടക്കത്തിലെ വിഷ്വലിലും ദേവയുടെ മുഖത്തും അടിക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. സിനിമ പറയുന്ന ഒരു സ്റ്റോറി ലൈൻ കടൽ വഴി വാച്ചുകൾ ഉപയോഗിച്ച് ഗോൾഡ്, ഡയമണ്ട്സ് ഒക്കെ കടത്തുന്നതാണ്. ഇങ്ങനെ പറയാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, സിനിമയുടെ പ്രൊമോഷൻ പോസ്റ്ററുകളും ക്യാരക്ടർ പോസ്റ്ററുകളും പരസ്യങ്ങളും എല്ലാം ഗോൾഡൻ കളറിലായിരുന്നു. 2, ഗോൾഡൻ വാച്ചുകൾ പോസ്റ്ററുകളിൽ പലയിടത്തും കാണാമായിരുന്നു. 3, സൗബിൻ്റെ ക്യാരക്ടർ ദയാലിൻ്റെ കയ്യിൽ സാധാരണയിലധികം വലിപ്പമുള്ള ഒരു പ്രത്യേക വാച്ച് കാണിച്ചിട്ടുണ്ട് ട്രെയിലറിൽ. അതിന് സിനിമയിൽ തുടർന്നും പ്രാധാന്യം ഉണ്ടായിരിക്കും. 4, ഷൂട്ടിംഗ് സ്റ്റിൽസ് പുറത്തു വന്നപ്പോൾ അതിലൊരെണ്ണം ലോകേഷും സൗബിനും നിൽക്കുന്നതായിരുന്നു. ആ ഫോട്ടോയിൽ ലോക്കിയുടെ കയ്യിൽ വാച്ച് മെക്കാനിക്സ് ഉപയോഗിക്കുന്ന ലെൻസ് ഉണ്ടായിരുന്നു. മാത്രമല്ല ലോക്കിയുടെയും സൗബിൻ്റെയും അടുത്തായി ഒരുപാട് വാച്ചുകളുടെ ബോക്സുകൾ തുറന്നു വെച്ചിട്ടുണ്ട്. ഓരോ വാച്ചും ഭൂതക്കണ്ണാടി വെച്ച് നോക്കി അതിലൂടെ കടത്തുന്ന കള്ളക്കടത്ത് വസ്തുക്കൾ കണ്ടെത്തി മാറ്റുകയാണ് ദയാലിൻ്റെ ലക്ഷ്യം. അല്ലെങ്കിൽ പ്രത്യേക സ്വർണ്ണ മുദ്രയുള്ള എന്തെങ്കിലും സ്പെഷ്യൽ സിംബൽസ് ഉള്ള വസ്തുക്കൾ ഈ ഭൂതക്കണ്ണാടി വെച്ച് നോക്കി കണ്ടെത്തി മാറ്റുന്നതും ആവാം. ദയാലിൻ്റെ കൂടെയുള്ളവരെ എല്ലാവരെയും നാഗാർജുനയുടെ ക്യാരക്ടർ സൈമണിൻ്റെ കൂടെ കാണാം, പ്രത്യേകിച്ച് ഒരു പാട്ടുരംഗം കഴിഞ്ഞതിന് ശേഷമുള്ള ബാറിലെ ആഘോഷത്തിനിടയിൽ. എന്നാൽ ആ കൂടെ ദയാലിനെ കാണാനുമില്ല. മോണിക്ക സോങ് നടക്കുന്നത് പ്രധാനമായും ഒരു പോർട്ടിലാണ്. ആ പോർട്ടിലെ ഒരു കപ്പലിൽ വെച്ച് തന്നെയാണ് സൈമണും ഡാൻസ് കളിക്കുന്നത്. കപ്പലിൽ എന്തോ പ്രോഗ്രാം സൈമൺ അറേഞ്ച് ചെയ്തിരുന്നു. അതിൻ്റെ ആഘോഷങ്ങളാണ് മോണിക്ക സോങ്. എന്നാൽ സോങ്ങിന് ശേഷം ദയാലിനെ സൈമൺ കൊല്ലും. കള്ളക്കടത്ത് വന്ന എന്തോ സാധനം, അല്ലെങ്കിൽ സൈമണിൻ്റെ പണം, അതുമല്ലെങ്കിൽ സൈമണിന് വേണ്ടപ്പെട്ട എന്തോ ഒന്ന് ദയാൽ ഈ പരിപാടിക്കിടയിൽ അടിച്ചു മാറ്റാൻ ശ്രമിച്ചത് തിരിച്ചറിഞ്ഞാണ് സൈമൺ ദയാലിനെ പിടികൂടി കൊല്ലുന്നത്. പോർട്ടിലെ മറ്റു കൂലികൾ ഓടുന്നത് കൊലപാതകം കണ്ട് പേടിച്ചിട്ടാണെന്ന് തോന്നുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ നേരെയുള്ള വഴിയിലൂടെയല്ലേ ഓടൂ, അതല്ലേ എളുപ്പം. കുന്നൊക്കെ കയറി ആരും ഓടില്ലല്ലോ. അവരുടെ ലക്ഷ്യം മറ്റാരെയോ പിടിക്കുക എന്നതാണ്, അല്ലെങ്കിൽ മറ്റെന്തോ നേടുക എന്നതും ആവാം. ട്രെയിലർ തുടങ്ങുന്നത് തന്നെ സൈമണിൻ്റെ കിങ് പിൻ എന്ന സീപോർട്ടിലുള്ള ലോജിസ്റ്റിക് ട്രാൻസ്പോർട്ട് സ്ഥലം കാണിച്ചുകൊണ്ടാണ്. ശേഷം പലയിടത്തായി, പ്രത്യേകിച്ച് പോർട്ടിലെ ജോലിക്കാരെ, കൂലികളെ കാണിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെയും ഈ കിങ് പിൻ എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. പിന്നീട് കാണിക്കുന്ന ഒരു കീ ആണ്. ഇതൊരു ഹൈ സെക്യൂരിറ്റി വോൾട്ടിൻ്റെയോ അല്ലെങ്കിൽ ഒരു മെഷീൻ്റെയോ പ്രെസിഷൻ കട്ട് കീബ്ലേഡ് പോലെയാണ് തോന്നുന്നത്. സത്യരാജിൻ്റെ ക്യാരക്ടർ രാജശേഖറാണ് ഇത് പിടിച്ചിരിക്കുന്നത്. പിന്നീട് ട്രെയിലറിൽ ഒരു ഗോഡൗൺ ഫൈറ്റ് സീനിൽ സത്യരാജ് 2 പേരെ കുത്തിക്കൊല്ലുന്നതും ബാക്ക്ഗ്രൗണ്ടിൽ കിങ് പിന്നിൻ്റെ ബോക്സുകളും കാണാം. ഇതേ ബോക്സ് ഈ കീയുടെ ക്ലോസ് ഷോട്ട് കാണിക്കുന്ന സീനിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലും കാണാം. ഈ മരത്തിൻ്റെ ബോക്സ് തുറന്ന് രാജശേഖർ എടുക്കുന്നതാണ് ഈ കീ.
രാജശേഖറിൻ്റെ കയ്യിൽ വർഷങ്ങൾക്ക് മുൻപേ ഈ കീ കിട്ടിയിട്ടുണ്ട്. നാഗാർജുനയുടെ ക്യാരക്ടർ സൈമൺ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് അർജൻറ്റായി വരുന്ന രംഗം, അതിൻ്റെ തുടർച്ചയായാണ് കപ്പലിലൂടെ നടക്കുന്ന രംഗം. അതും വളരെ അർജൻറ്റായി പോകുന്നത് കാണാം. ശേഷം അതേ കപ്പലിൻ്റെ ഉള്ളിലാണ് നോ കണക്ഷൻ എന്ന് കാണിക്കുന്ന ഒരുപാട് സ്ക്രീനുകളുള്ളത്. അല്ലെങ്കിൽ മറ്റൊരു സാധ്യത ഇതാണ്, കുറച്ചുകൂടി ലോജിക്കും ഇതാണ്. ഈ സ്ക്രീനുകളിൽ കാണുന്നത് പോർട്ടിലെ CCTV വിഷ്വൽസ് ആയിരുന്നു. അതായത് സൈമണിൻ്റെ കീഴിലുള്ള പോർട്ടുകളിലെ ഓരോ നീക്കങ്ങളും സൈമൺ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സ്ക്രീനിലൂടെയാണ്. അത് കാണാതെ വന്നപ്പോൾ പോർട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ ദേഷ്യത്തിൽ അലർന്നതാണിത്. ശേഷം ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് പാഞ്ഞു ചെല്ലുന്നു. ഇതും ആവാം. സൈമണിൻ്റെ മാലയുടെ ലോക്കറ്റിലുള്ളത് സർക്കുലർ റിംഗ് വിത്ത് സ്ലാഷ് ആണ്. അതായത് ഒരു വട്ടത്തിലുള്ള റിങ്ങും അതിന് കുറുകെ ഒരു വെട്ടും. അത് മീൻ ചെയ്യുന്നത് നോ എൻട്രി എന്ന അർത്ഥമാണ്. തൻ്റെ അധികാര പരിധിയിലേക്ക് ആരും കടക്കരുത് എന്ന അർത്ഥമാക്കുന്ന ഒരു ലോക്കറ്റ്. അതിന് താഴെയായി തൂക്കിയിട്ടിരിക്കുന്നത് സ്വർണ്ണക്കട്ടികളാണ്, ഗോൾഡ് ബാറുകൾ. സ്വർണ്ണക്കട്ടികൾ കൊണ്ട് പടുത്തുയർത്തിയ സാമ്രാജ്യമാണ്, പ്രവേശനമില്ല എന്നർത്ഥം. ദേവ മാൻഷനിലേക്ക് ഗുണ്ടകൾ വന്ന് തറ പൊളിച്ച് തോട്ട വെച്ച് പൊട്ടിക്കാൻ തുടങ്ങുന്ന രംഗം. അതിൽ കാണിക്കുന്നത് റെക്സ് 90 എന്ന എക്സ്പ്ലോസീവാണ്. റാപ്പിഡ് എക്സ്പ്ലോസീവ് എന്നതിൻ്റെ ചുരുക്കമാണ് REX, റെക്സ്. അതിനുള്ളിലെ പ്രധാന എക്സ്പ്ലോസീവ് മെറ്റീരിയൽ എത്ര ശതമാനം ഉണ്ടെന്നുള്ളതാണ് 90 എന്ന നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. RDX എന്ന എക്സ്പ്ലോസീവ് കെമിക്കൽ 90% ഉണ്ടതിൽ. ഈ റെക്സ് 90 എന്നത് മോൾഡബിൾ എക്സ്പ്ലോസീവ് ആണ്. അതായത് ഏത് ഷേപ്പിലുള്ള ഹോളിലും ഇത് ഇറക്കി വയ്ക്കാം. ഡ്രില്ലർ ഉപയോഗിച്ച് കുഴിയെടുത്ത് അതിനകത്ത് ഇറക്കി വയ്ക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. കുഴിയുടെ ഷേപ്പ് എങ്ങനെയാണെങ്കിലും റെക്സ് 90 ഫിറ്റ് ചെയ്യാം. വളരെ അക്യുറേറ്റ് ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു സീനിൽ അടി കൊണ്ട് വീഴുന്നവൻ്റെ ചോരയല്ല വണ്ടിയിൽ തെറിക്കുന്നത്. കാരണം ചോര വരുന്നത് വേറെ ഡയറക്ഷനിൽ നിന്നാണ്. ആ ഫൈറ്റ് ദേവയുടെ ഫൈറ്റ് സീൻ തന്നെയാണ്. വണ്ടിയിലിരിക്കുന്ന ആളിൻ്റെ വായിൽ ടേപ്പ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഫൈറ്റ് നടന്നു കഴിഞ്ഞ് ദേവ നോക്കുന്നതും ആ വണ്ടിയുടെ അകത്തേക്കാണ്. അയാളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ദേവ വന്നത് എന്ന് മനസ്സിലാക്കാം. പ്രീമിയം കാറുകളുടെ ഗാരാജിൽ വെച്ചുള്ള ഫൈറ്റാണത്. ആ ഫൈറ്റ് സീൻ പലയിടത്തായി കാണിച്ചിട്ടുണ്ട് ട്രെയിലറിൽ. കാറിനുള്ളിൽ ഒരാളെ വായിൽ ടേപ്പ് വെച്ച് ഒട്ടിച്ച് കടത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് ഗുണ്ടകൾ എന്ന് വീണ്ടും കാണാൻ പറ്റും. ഈ സീനുകളൊക്കെ കണ്ടിന്യൂസ് സീൻസ് ആണ്. ദേവ അയാളെ രക്ഷിക്കാനാണ് വന്നിരിക്കുന്നതെന്ന് വ്യക്തമാണ്. ഇത് ദാഹയുടെ ഇൻട്രോ സീൻ ആവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. 2 പ്രൈവറ്റ് ജെറ്റുകൾ വരുന്നുണ്ട്. അതിലൊന്നിൽ ദാഹയുടെ നായ്ക്കളാണ്. വിരുന്ന് മേശയുടെ 2 വശത്തുമായി ഒരുപാട് ആളുകളെ കാണാം. മറ്റൊരു ഭാഗത്ത് ഒരുപാട് പേരുടെ കൈ കെട്ടി നിർത്തിയിരിക്കുന്നതും കാണാം. ദാഹ വരുന്നതും ഗണ്ണെടുത്ത് കെട്ടിയിട്ട എല്ലാവരെയും കൊല്ലുന്ന രംഗമാണതിൽ. അതിൽ തന്നെ ദാഹയുടെ ബാക്ക്ഗ്രൗണ്ടിൽ 2 കണ്ടെയ്നറുകൾ കാണാം. പടക് ലോജിസ്റ്റിക് സർവീസ് എന്ന കണ്ടെയ്നറാണത്. ഇതേ കണ്ടെയ്നറുകൾ സൈമണിൻ്റെ കപ്പലിൽ ബോംബ് വെച്ച് തകർത്തതിന് ശേഷം നടന്നു പോകുന്ന ആളുകളെ ദാഹയുടെ ആളുകൾ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുന്ന സീനിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ കഴിയും. അതേ ആളുകളെ തന്നെയാണ് ഈ കണ്ടെയ്നറിൽ പിടികൂടി വന്ന് ദാഹയുടെ മുൻപിൽ നിർത്തിയിരിക്കുന്നത്. ദാഹ വെടിവെച്ച് കൊല്ലുന്നത് സൈമണിൻ്റെ ആളുകളെയാണ്. കറുത്ത 2 ശവപ്പെട്ടികളും മുകളിൽ പൂക്കളും കാണാം. ഈ കറുത്ത ശവപ്പെട്ടി ഉപയോഗിക്കുന്ന മാഫിയ, ക്രൈം ലോഡ്സ് ഒക്കെയാണ്. തൊട്ടടുത്ത് നിൽക്കുന്ന മതപുരോഹിതരുടെ വേഷം ഒരു അൺകൺവെൻഷണൽ വേഷമാണ്. മിക്കവാറും അവരേതെങ്കിലും കൾട്ട് കൾച്ചറിൻ്റെ ഭാഗമായിരിക്കും. ദാഹയുടെ ശരീരത്തിലെ ടാറ്റുവും കയ്യിലെ അക്ഷരങ്ങളും ഒരു ഗോതിക് ഫീൽ തരുന്നവയാണ്. അതൊരു മാഫിയ ഡോൺ ഫ്യൂണറൽ ഫംഗ്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. ശവപ്പെട്ടിയിൽ സൈമൺ ആയിരിക്കാം. ദാഹയുടെ വെടിവെപ്പ് ഷോഫ് സീനിൽ ശ്രദ്ധിച്ചാൽ തീൻമേശയുടെ ഹോസ്റ്റ് സീറ്റ് പൊസിഷനിൽ ഇരിക്കുന്നയാൾ ഒരു ഹൈലി അഡ്വാൻസ്ഡ് MND വീൽ ചെയറിൽ ഇരിക്കുന്നത് കാണാം. മോട്ടോർ ന്യൂറോൺ ഡിസീസ് വീൽ ചെയർ ആണത്. അയാളുടെ വലത് കൈപ്പത്തിയുടെ അടുത്തായി വീൽ ചെയർ സ്വയം നീക്കാൻ കഴിയുന്ന കൺട്രോളർ വ്യക്തമായി കാണാം. ആ ക്യാരക്ടർ ആരാണെന്ന് ഇതുവരെ മേക്കേഴ്സ് പുറത്തുവിട്ടതായി കേട്ടിട്ടില്ല. ഇതൊരു ഫ്രാഞ്ചൈസി ആവാനും ഞെട്ടിക്കുന്ന കൂടുതൽ ക്യാരക്ടേഴ്സ് കാണാനുമുള്ള സാധ്യത സിനിമയിലുണ്ട്. ഈ ഒരു ഡീറ്റെയിലോട് കൂടി ആദ്യത്തെ പാർട്ട് അവസാനിക്കുകയാണ്. നിങ്ങളുടെ തിയറികൾ കമൻറ്റായി പോസ്റ്റ് ചെയ്യൂ. കൂടുതൽ സിനിമ സയൻസ് വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.